ഇനി നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള വീഡിയോകൾ, അതുപോലെ തന്നെ ഇമേജുകൾ, ഓഡിയോ, എലമെൻറ്റുകൾ എന്നിവ എങ്ങനെ ഇതിലോട്ട് ആഡ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ മുകളിലുള്ള ഓപ്ഷനുകളൊക്കെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് താഴെയുള്ള ഈ പ്ലസ് ഐക്കൺ പരിചയപ്പെടാം. ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഷേപ്സ്, മീഡിയ, ഓഡിയോ, ഒബ്ജക്റ്റ് ഓർ എലമെൻറ്റ്, ടെംപ്ലേറ്റ്, അതുപോലെ തന്നെ ഡ്രോയിങ്, വെക്ടർ ഡ്രോയിങ്, ടെക്സ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കുറേ ഷേപ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എടുത്തിട്ട് ഇതിൽ നമുക്ക് എങ്ങനെയാണ് വേണ്ടതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷേപ്സുകളാണ്. അപ്പം ഇവിടെ നമ്മൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റൗണ്ട്, അതുപോലെ തന്നെ റൗണ്ട്, സ്ക്വയർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഷേപ്സുകളൊക്കെ ഇവിടെ ലഭിക്കും. പിന്നെ വരുന്നത് മീഡിയ ആണ്. മീഡിയയിൽ നമുക്ക് ഇമേജുകളും വീഡിയോകളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇമേജ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ആഡ് ചെയ്ത ലെയർ നമുക്കിത് പിന്നിലോട്ടാക്കണമെങ്കിൽ ഈ ഐൻ്റെയും അതുപോലെ തന്നെ ലെയറിൻ്റെയും ഇടയിലുള്ള ഒഴിഞ്ഞ ഭാഗത്ത് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം അപ്പോൾ ഇങ്ങനെ ലൈൻ വരും. അതിന് ശേഷം ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇങ്ങനെയാണ് അതിനെ താഴോട്ട് കൊണ്ടുവരൽ. അപ്പം പിന്നെ ഇതിൽ വരുന്നത് ഓഡിയോക്കുള്ള ഓപ്ഷനാണ്. നമുക്കിതിലോട്ട് ആവശ്യമായ സൗണ്ട് എഫക്റ്റ്, വോയിസ് ഓവർ, അതുപോലെ ഓഡിയോ, മ്യൂസിക് കാര്യങ്ങളൊക്കെ ഈ ഓഡിയോ വഴിയാണ് നമ്മൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അടുത്തതായിട്ട് ഒബ്ജക്റ്റ് ആൻഡ് എലമെൻറ്റ്. ഇവിടെ ക്യാമറ, നള്ള്, എംടി ഗ്രൂപ്പ്, എലമെൻറ്റ് ആൻഡ് പ്രൊജക്റ്റ് എന്ന് കാണാം. അപ്പോൾ നമുക്കിവിടെ ക്യാമറ എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റിൽ പോയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നുണ്ട്. ഞാൻ ഓരോ ലെയറും അതിൻ്റേതായിട്ട് ബാക്കിലോട്ടാക്കി വെക്കുന്നുണ്ട്.
ഞാൻ എല്ലാത്തിനും ഷാഡോയും കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ ക്യാമറ യൂസ് ചെയ്തിട്ട് ഒരു 3D എഫക്റ്റ് കൊണ്ടുവരാൻ നോക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ നമ്മളിപ്പോൾ ക്യാമറേൻ്റെ കാര്യമാണ് നമുക്ക് പരിചയപ്പെടേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നമ്മളിവിടെ നെൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നുണ്ട്. നെൾ എനേബിൾ ചെയ്തതിന് ശേഷം ഓരോ ലെയറും സെലക്ട് ചെയ്തിട്ട് ഇവിടെ മുകളിൽ കാണാം, അവിടെ നെള്ളുമ്പോൾ പോയി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ എല്ലാ ലെയറുകളും സെലക്ട് ചെയ്തിട്ട് നെള്ളുമ്പോൾ പോയി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെള്ളുമ്പോൾ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലെയറുകളും ഒരുമിച്ച് കണക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ നെല്ലിൻ്റെ ലെയർ എടുത്തിട്ട് ഇങ്ങനെ ആവശ്യാനുസരണം എന്താക്കാം. അല്ല, ഇപ്പോൾ തന്നെ ഒരു 3D ഇത് ആയി വന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഇതിൻ്റെ വ്യൂ കണ്ടില്ല, ഒരു 3D വ്യൂ ലഭിക്കുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഇതിലോട്ട് ക്യാമറയും കൂടി യൂസ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് ഒരു 3D ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കും. അല്ലാതെ പക്ഷേ ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇതുപോലെ നീക്കിയാൽ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ വരുന്ന ഇതായിരിക്കും നമുക്ക് തോന്നുക. ഓക്കെ, ഇപ്പം ഒരു 3D പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് ആ സെഡിൻ്റെ വാല്യൂ കുറച്ച് കൂട്ടി കുറച്ച് വെച്ചിട്ട് പിന്നെ അങ്ങനെ നല്ലായിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇവിടെ ക്യാമറ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇനി ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിലുള്ളത് നമുക്കിനി ക്യാമറ വ്യൂയിലൂടെ കാണുന്ന രൂപത്തിലാക്കുമ്പോൾ ഒരു 3D ആയിട്ടുള്ള എഫക്റ്റ് നമുക്ക് തോന്നും. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഒരു ലെയർ കൊടുത്ത് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത കീ ഫ്രെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് നമ്മുടെ ബിയിലോട്ട് എത്തണം. ഓക്കെ, ബിയിലോട്ട് എത്തുന്നൊരു കീ ഫ്രെയിം കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ബി സൂമായിട്ട് വരണം. ഓക്കെ, ഇവിടെ ബി സൂമായി വന്നിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കാം. ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് സിയിലോട്ട് എത്തുന്ന രീതിയിൽ
നമ്മുടെ സി നമ്മളൊന്ന് കുറച്ചും കൂടെ നീക്കി വെക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അല്ലേ. ഒരു 3D ആയിട്ടുള്ള രീതിയിൽ നമുക്കിപ്പോൾ ക്യാമറ ഇങ്ങനെ കൊണ്ടുപോകുന്നത് പോലെ നമുക്കിതിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ എന്താണ് നമുക്ക് ക്യാമറ ഇങ്ങനെ പോകുന്ന രൂപത്തിൽ, നമുക്ക് ക്യാമറയിൽ കാണുന്ന രൂപത്തിൽ നമുക്കിതുപോലെ ചെയ്യാൻ സാധിക്കും. അതിനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ ഈ ക്യാമറ എന്നുള്ളത്. അപ്പോൾ നമുക്കിതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പം അതിനാണ് നമ്മളിവിടെ ക്യാമറ യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ള നള്ളു നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ എം ടി ഗ്രൂപ്പ് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ഗ്രൂപ്പ്, വെറുതെ എന്തെങ്കിലും, അത് നമുക്ക് അതിനെക്കുറിച്ചിട്ട് പിന്നീട് പറയാം. ഇപ്പോൾ തൽക്കാലമായിട്ട് എം ടി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് എലമെൻറ്റുകളൊന്നുമില്ല, അതൊരു ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഇതിനാണ് എം ടി ഗ്രൂപ്പ് എന്ന് പറയാം. അതിൻ്റെ യൂസ് എന്താണെന്ന് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. അപ്പോൾ അടിസ്ഥാനമായിട്ട് നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിന് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ നല്ല ക്രിയേറ്റീവായിട്ട് അടിപൊളി വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇത്തരം ആവശ്യങ്ങളൊക്കെ വരിക. അതുപോലെ തന്നെ പിന്നെ എലമെൻ്റ് ആൻഡ് പ്രൊജക്റ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, എലമെൻ്റ് ആൻഡ് പ്രൊജക്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ എലമെൻ്റ് ആൻഡ് പ്രൊജക്റ്റ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോകളിൽ ആഡ് ചെയ്യേണ്ട എലമെൻറ്റുകൾ, ആനിമേഷൻ എലമെൻറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അടിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയ നെയിമുകളോ ഇതൊക്കെ അങ്ങനെ ഒരു ആനിമേഷൻ രൂപത്തിൽ കാണിക്കുന്ന ഇതൊക്കെ എലമെൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ, ഇപ്പോൾ ഞാനിവിടെ സബ്സ്ക്രൈബ് നോ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എലമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്താലുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്കെന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമാകുന്ന നേരത്ത് അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഞാനിവിടെ ഒരു എലമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു എലമെൻറ്റ് ഈ ഒരു എലമെൻറ്റ് ഞാനെന്താണ് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമായ നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള എലമെൻറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം അതിന് വളരെ ഉപകരിക്കുന്ന ഒരു ഇതാണ് എലമെൻറ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ ലെയറുകളൊന്നും ആവശ്യമില്ല, നമുക്കിതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ എലമെൻറ്റുകൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, കാരണം നമ്മുടെ എലമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളറുണ്ട്. അപ്പോൾ ഈ ഒരു എലമെൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് മറ്റുള്ള വീഡിയോയിലൊക്കെ ഇങ്ങനെ എലമെൻറ്റ് ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് എലമെൻറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എലമെൻറ്റ് കാണാം. ഇതൊക്കെ എല്ലായിടത്തും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് എലമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനിപ്പോൾ ലൈറ്റ് മോഷനിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ച എലമെൻറ്റാണത്. അങ്ങനെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനാണ് അവിടെ എലമെൻറ്റ് എന്നുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൽ അതിൻ്റെ ഒരു ഉപകാരം പറഞ്ഞത് ഇതുപോലെയുള്ള ആവശ്യമാണ്. അപ്പം അതാണ് അവിടെ നിന്നും പറയാനുള്ളത്.